C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതെ, നീ നിന്റെ അമ്മ എങ്ങനെ കുറ്റപ്പെടുത്തരുത്. അമ്മ എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ശരി ചെയ്തിരുന്നെങ്കിൽ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. അമ്മ തുളസിയോടുള്ള പക തീർക്കാൻ വേണ്ടി എന്നെ വേദനിപ്പിക്കായിരുന്നു, എന്നെ ദ്രോഹിക്കായിരുന്നു. ഏതൊക്കെ തരത്തിലാണ് അമ്മ എന്നെ വേദനിപ്പിച്ചത്, എന്നെ കരയിപ്പിച്ചത്, എന്നെ അപമാനിച്ചത്. ഒടുവില് ഏതോ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് അമ്മ എന്റെ ശത്രുക്കളോടൊപ്പം കൂടി എന്നെ ഒരു ആഭാസനും വൃത്തികെട്ടവനായിട്ട് അങ്ങ് ചിത്രീകരിച്ചില്ലേ? ഒട്ടും നാണോ മാനോ ഇല്ലാത്തവനാക്കി മാറ്റി എന്റെ ഹൃദയം തകർത്തില്ലേ? അമ്മ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് ചെയ്തു. അതെ, ഇനിയും അമ്മയിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സഹിച്ചും ക്ഷമിച്ചും നിൽക്കാനേ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ദേവമംഗലത്തെ ദുർഗയ്ക്ക് ഒരമ്മയുടെ സ്ഥാനം നൽകാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റല്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നില്ല. കെട്ടിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഒന്നും സംഭവിക്കാത്ത മട്ടില് മധുരക്കിനാമം കണ്ട് അതിനകത്ത് കിടക്കുകയായിരുന്നോ? എന്താടി നിന്റെ ലക്ഷ്യം? ഞാൻ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് ആ മകനെ എന്നെ ഇപ്പൊ അനുസരിക്കുന്നില്ല, എന്നെ ഒഴിവാക്കുക. എന്തോന്നടി ഇത്? നീ എന്താ ഡാൻസ് കളിക്കുന്ന? അല്ല, സുലുവിന്റെ ആരോടൊപ്പം സംസാരിച്ചോണ്ട് നിന്നോ? അതോ, ഞാനേ ഈ പച്ചക്കറികളോട് രണ്ട് വർത്താനം പറയായിരുന്നു. സുലുവാൻഡി, ഇപ്പോ അപ്പുറത്തൊരു ട്രിപ്പ് വഴക്ക് കഴിഞ്ഞു. ആരൊക്കെ തമ്മില്? ദുർഗ ആന്റിയും ആ തെരുവിന്റെ സന്തതിയും തമ്മില്. യോ, നല്ല കാര്യം, എനിക്ക് സന്തോഷായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശുഭവാർത്ത കേൾക്കുന്നുണ്ടല്ലോ. അല്ല സുലുവാൻഡി, അവൾ ഇടയ്ക്കിടയ്ക്ക് വീരവാദം മുഴക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയും കണ്ടെത്തുന്ന് പറഞ്ഞ്. ഇവളെവിടുന്ന് കണ്ടെത്താൻ ഇവളുടെ അച്ഛനമ്മയും? അവൾ അവളുടെ തന്തയും തള്ളയും കണ്ടെത്തുന്നു. എവിടെന്ന്? തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഏതെങ്കിലും സ്ത്രീയായിരിക്കും ഇവളുടെ തള്ള. പ്രസവിച്ചിട്ടതിന് ശേഷേ അവരേതോ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇനി ചിലപ്പോ ചത്തും കാണും. ഇനി ഇവള് ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞാ കണ്ടെത്തോ അവളുടെ ഫാദറിനെയും മദറിനെയും? അതൊക്കെ അവളുടെ നടക്കാത്ത. അതുകൊണ്ടേ പോകുന്ന പോക്കില് ഇനി ദുർഗേച്ചിയെ തട്ടിയേച്ചെങ്ങാനും പോയേക്കാന്ന് അവള് വിചാരിച്ചാലോ? അവളത് ചെയ്യാനും മടിക്കില്ല. അത്രയ്ക്ക് ദുഷ്ടേ അവള്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു കൊലപാതകം ചെയ്താലും 9 കൊലപാതകം ചെയ്താലും ശിക്ഷ ഒരുപോലെയാ. സുലുവാൻഡി പറഞ്ഞു വരുന്നത്? അവക്ക് ദുർഗേച്ചിയോടുള്ളതിനേക്കാളും വൈരാഗ്യം നിന്നോടും നിന്റെ മാമൂസിനോടും ഉണ്ട്. ഏതായാലും ജയിലിലേക്കല്ലേ. 3 കൊല ഒരുമിച്ച് നടത്തി ജയിലിലേക്ക് പോകാന്ന് അവള് വിചാരിച്ചാലേ അവളെ തെറ്റ് പറയാനൊന്നും പറ്റില്ലല്ലോ. സുലുവാൻഡി, എടി നീ പേടിക്കാതെ ഒന്ന് സൂക്ഷിച്ച് നടക്കണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോഴേ പെടലിയിലൊന്ന് തപ്പി നോക്കുന്നത് നല്ലതാട്ടോ. എന്തിനാ? കല അവിടെ ഉണ്ടോന്ന് അറിയാനാ. കല അവിടെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. എന്താ താങ്കളുടെ പേര്? പേര് ശിവശങ്കരനാ. പക്ഷേ
എല്ലാരും വിളിക്കുന്നത് പൂജാരി പൂജാരി എന്നാ. അങ്ങനെയാ ഞാൻ അറിയപ്പെടുന്നത്. കാവിലമ്പലത്തിലെ പൂജാരിയാണോ? ക്ഷേത്രത്തിലെ ശാന്തി എനിക്കല്ല സാറേ, അതൊരു സീതാറാം പോറ്റിയാ. പിന്നെ നിങ്ങൾ എവിടുത്തെ പൂജാരിയാ? ഞാൻ വീടുകളിലെ പൂജകൾ ചെയ്യും. ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളിൽ പലരും അവരുടെ വീടുകളിലെ പ്രത്യേക പൂജകൾ ചെയ്യാൻ എന്നെയാ വിളിക്കാറുള്ളത്. ഞാൻ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല സാർ, സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യൂ. കുരുതിയോ കോഴിവട്ടോ മന്ത്രവാദമോ അതുവഴിയുള്ള തട്ടിപ്പോ ഒന്നും ഞാൻ ചെയ്യാറില്ല സാറേ. സത്യ സാറേ ഞാൻ പറയുന്നത്. ആരാ സാറേ എന്റെ പേരിൽ പരാതി വന്നിരിക്കുന്നത്? പൂജാരി, എന്റെ വീട്ടിലൊരു പൂജ ചെയ്യാൻ നേരിട്ടുണ്ടോ? സാറിന്റെ വീടെന്ന് പറയുന്നത്? ദേവമംഗലം. ഓ, മനസ്സിലായി. ACP സാറ് ദേവമംഗലത്തെ ആണല്ലോ. പൂജ നടത്താൻ ഏറ്റിട്ടുണ്ട് സാർ. ആദി, നീ വീട്ടിലുണ്ടോ? ഉണ്ടച്ചാ. എടാ, അവിടെ പൂജ ചെയ്യാനായിട്ടൊരു പൂജാരി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആ, എന്റെ ദോഷങ്ങൾ മാറാനുള്ള പൂജയ്ക്കാണ് അയാൾ വന്നത്രേ. അമ്മ ഒന്ന് വിളിച്ചു, ഞാൻ പോയില്ല. എനിക്ക് സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് നീ അങ്ങനെ പറയരുത്. നീ ആ പൂജയ്ക്ക് അറ്റൻഡ് ചെയ്യും. അച്ഛാ, എനിക്കതിന് പറ്റില്ല, ഞാൻ പോകുന്നില്ല. അതി, എടാ, നീ അതിൽ പങ്കെടുത്തേ പറ്റൂ. ആ പൂജാരിയെ അമ്മയെ അപ്പച്ചും കൂടെ വിളിപ്പിച്ചതാണെങ്കിലും നീ ഒന്ന് ചെല്ല്. എന്താ ഇത്? എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം ഞാനല്ലേ നിന്നോട് പറയുന്നത്. ആർക്കു വേണ്ടിയാണോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അയാൾ ഈ വീട്ടിലുള്ളപ്പോ ഇവിടെ വരാതിരിക്കുന്നത് ശരിയല്ല. മാഡം പോയി മകനെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വരൂ. എത്ര നിർബന്ധിച്ചിട്ടും അവൻ വരുന്നില്ല പൂജാരി. ഇന്ന് അവന്റെ പിറന്നാളാ. അങ്ങനെ പറഞ്ഞാ ഇതെങ്ങനെ ശരിയാവും? പ്രശ്നം പരിഹരിക്കാനല്ലേ പൂജയും കർമ്മങ്ങളും. ആ, അവൻ വന്നു പൂജാരി. ആ, നന്നായി. മകന് ദൈവാധീനം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അതാണ് ആദ്യം മടി കാണിച്ചെങ്കിലും പിന്നീട് താനെ ഇങ്ങോട്ട് വന്നത്. ആദിത്യൻ അല്ലേ? അതെ. സർവം വിളങ്ങുന്ന കെടാവിളക്ക്, സൂര്യന്റെ പര്യായം. ഇങ്ങോട്ടിരിക്കൂ കുട്ടി. ഇവിടെ ആദ്യമായി ജന്മദിനാശംസകൾ. എല്ലാം ചരാചര ശില്പിയായ സാക്ഷാൽ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടിരുന്നോളൂ കുട്ടി. രുദ്രാക്ഷമാലയുണ്ടോ ഇവിടെ? രുദ്രാക്ഷമാലയോ? ആ, അതെ. ഒരു രുദ്രാക്ഷം കിട്ടിയാലും മതി. പൂജാമുറിയിലോ മറ്റോ ഒരു രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കൂട്ടത്തില് ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ അർപ്പിക്കുകയും വേണം. അതിനാണല്ലോ പൂജാകർമ്മങ്ങൾ. അതിനെതിരെ നിഷേധമരുത്. ഞാൻ നിരീശ്വരവാദിയൊന്നും അല്ല തിരുമേനി. അത് മനസ്സിലായി. പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് താനേ വന്നല്ലോ, അപ്പോ മനസ്സിലായി ഈശ്വരാനുഗ്രഹമുള്ള ആളാണെന്ന്. ഏതു പ്രശ്നം പരിഹരിക്കണമെങ്കിലും എന്തു ദോഷം മാറണമെങ്കിലും നമുക്ക് ഈശ്വരന്റെ കടാക്ഷം വേണം. ഉദാഹരണത്തിന് ഒരു ദമ്പതികളുടെ പ്രശ്നം ഞാൻ പറയാം. വലിയ കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുടെ ഫാമിലിയാ. പക്ഷേ വലിയൊരു ദുഃഖം അവരെ അലട്ടുന്നുണ്ട്. അവരുടെ മകളെ അവളുടെ ചെറിയ പ്രായത്തിലേ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിനെ തേടി അവരെല്ലാ വർഷവും എന്റെ അടുക്കൽ വന്ന് പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യിക്കുന്നു. ഇന്നത്തെ ദിവസവും അവര് വന്നിരുന്നു. എത്രയോ വർഷങ്ങളായി നടത്തുന്ന പൂജകളാണ്.
ശനിദോഷം മാറാൻ നവഗ്രഹ പൂജയും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനവും കഴിപ്പിക്കണം. ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങുന്നു. സത്പുത്രന്റെ മാതാവാണ് മാഡം. നല്ലതേ വരൂ. ഇത് വെച്ചോളൂ. ഇതിനെന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്. ആവശ്യം വരുമ്പോ വിളിച്ചോളൂ. എന്നാ ശരി. ഇതെന്തിനാ മോളെ നീ കോളിംഗ് ബെൽ അടിച്ച്? വാതില് തുറന്നു കിടക്കായിരുന്നല്ലോ. നിനക്ക് ഇങ്ങോട്ട് കയറി വന്നൂടായിരുന്നോ? എന്താ മോളെ, നിനക്കെന്താ പറ്റിയേ? ഓ, ഇനി എന്താ എനിക്ക് വേറെ പറ്റാനുള്ളത്? എന്താ മോളെ? ഈ ഫോട്ടോ എന്നെടുത്തതാ? ഇത് നിന്റെ കുഞ്ഞുനാളിലെടുത്തതാ, ഒരു 3 വയസ്സുള്ളപ്പോ. ഇതെവിടെയാ എടുത്തേ? ഇതൊരു സ്റ്റുഡിയോയില്. എന്തിനു മോളെ നീ ഇതൊക്കെ തിരക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ഇതിന്റെ കോപ്പി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആർക്ക് കൊടുക്കാൻ? ആർക്കും കൊടുത്തിട്ടില്ല. മോളെ, 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 നീ പോവാണോ? ആ, ഞാൻ പോവാ. എനിക്ക് പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. ആ, ആ പോലീസുകാരനും പ്രസാദേട്ടന്റെ പെങ്ങളും കൂടി നീ അവരുടെ മകളല്ലാന്ന് തള്ളി പറഞ്ഞിട്ടും നീ എന്തിനാടി ഇവിടുന്ന് ഇടയ്ക്ക് അങ്ങോട്ട് തള്ളി കയറുന്നത്? അല്ല, നിനക്ക് അന്തസ്സും അഭിമാനമൊന്നും ഇല്ലേ? ഓ, അന്തസ്സും അഭിമാനം വേണ്ടുവോളം ഉള്ളവരാണല്ലോ നിങ്ങള്. ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച ICUവിൽ കിടക്കുക, മകനെ മാറ്റിക്കാൻ വേണ്ടി മറ്റൊരുത്തേക്ക് ദിവ്യഗർഭം ചമയ്ക്കുക. നിർത്തടി. എന്നെ കൊണ്ടിത് പറയിപ്പിച്ചത് നിങ്ങളല്ലേ? എന്റെ നാവിന്ന് 2 എണ്ണം കേൾക്കാതെ ഉറക്കം വരില്ലെന്നുള്ള മട്ട നിങ്ങക്ക്. എടീ, നിന്റെ ഇവിടുത്തെ ജീവിതത്തിന്റെ കാലാവധി എന്നേ കഴിഞ്ഞതാ. അപ്പോ ദേഷ്യം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. നീ പറഞ്ഞോ? എന്റെ കാര്യം വിട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ചില സാധനങ്ങള് ഈ ദേവമംഗലത്തുണ്ട്. അതിന്റെ ഉടമകള് എത്രയും പെട്ടെന്ന് അതിനെ ഉപേക്ഷിച്ചേ പറ്റൂ. എന്റെ കൈകൊണ്ട് മരിക്കണമെന്ന് തന്നെയാ നിന്റെ ഉദ്ദേശം അല്ലേ? അതിനുള്ള ചങ്കുറപ്പൊന്നും ദുർഗാമയ്ക്കില്ല. വിറയ്ക്കും ദുർഗാമ. അല്ല, നിന്റെ അമ്മയെ അച്ഛനെയൊക്കെ നീ ഉടനെ ഹാജരാക്കുമെന്ന് ചില വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നല്ലോ. എന്തേ, അവരാരും വന്നില്ലേ? ഇനി അവര് വരുന്നത് സ്വർഗലോകത്തുനിന്നാണോ അതോ തെരുവിന്നാണോ? എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെത്രയും പെട്ടെന്ന് വരും. അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുകയും ചെയ്യും. എന്തൊരു മനോഹരമായ, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. ഞാൻ കൂടുതൽ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഒരേ ഒരു സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വപ്നം പൂവണിയും ചെയ്തു. നിന്റെ ആ സ്വപ്നത്തിന്റെ പൂക്കളിലെ പുഴു കയറി പൂക്കളൊക്കെ എപ്പോഴേ കൊഴിഞ്ഞുപോയി. ഇല്ല,
എടീ, നീ ഇനി എത്ര സ്വപ്നം കണ്ടാലും അവനെ ഞാൻ വിട്ടുതരില്ല. അതിനി എന്തൊക്കെ സംഭവിച്ചാലും ശരി. അപ്പോ ഞാൻ എന്റെ അച്ഛനും അമ്മയും കണ്ടെത്തിയ നിങ്ങൾ ആദ്യത്തിന്റെ ഭാര്യയായി എന്നെ അംഗീകരിക്കാന്ന് പറഞ്ഞതോ? ആ, അതിനെ ആദ്യം അച്ഛനെ അമ്മയും കൊണ്ടുവാ. അവരെ ഞാൻ നേരിട്ട് കണ്ടാൽ നിന്നോട് പറഞ്ഞ വ്യവസ്ഥ ഞാൻ പാലിക്കാം. എന്നെ ദൈവം തോൽപ്പിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്റെ അച്ഛന്റെ ഈ സങ്കടങ്ങൾ ഓർത്ത് ഈ അച്ഛൻ എനിക്ക് നൽകുന്ന അളവില്ലാത്ത സ്നേഹത്തെ ഓർത്ത് അതെ, ഇല്ലെങ്കിൽ അച്ഛന്റെ മോള് തുളസിയെ വിളിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവായിരുന്നു. അതെ, എനിക്ക് നീ പ്രിയപ്പെട്ട മോൻ തന്നെയാ. എന്റെ ആത്മധൈര്യം, എന്റെ കരുത്ത് ഒക്കെ നീയാ. നീയും കൂടി എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഏതൊരു കൊടുങ്കാറ്റിലും ആടി ഉലയാത്തവനായിരുന്നു ഞാൻ. ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും നിരവധി പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മകൾ തുളസിയുടെ ജീവിതത്തിലേക്ക് വരുന്ന അഗ്നിപരീക്ഷണങ്ങൾ കണ്ടിട്ട് ഞാൻ തകരാതി. എനിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല. അച്ഛാ, സ്വന്തം മകളുടെ കണ്ണീരിൽ കുളിച്ച് ഇവിടെ ഇങ്ങനെ ഒരു അച്ഛൻ ജീവിക്കുന്നത് തന്നെ അത് പ്രപഞ്ചങ്ങളുടെ തമ്പുരാനായിട്ടുള്ള സാക്ഷാൽ ദൈവങ്ങൾക്ക് പോലും കാണുന്നില്ലോ എന്ന് ഓർത്തിട്ടാണ് എന്റെ ചങ്ക് പൊട്ടുന്നത്. അച്ഛാ, വിഷമിക്കരുത്. വർഷങ്ങളായിട്ട് അവർക്ക് നഷ്ടപ്പെട്ട മകളെ അന്വേഷിച്ചലയുകയാണ്. പല അമ്പലങ്ങളിലും പല പ്രശസ്തരായ ജ്യോതിഷികളുടെ അടുത്തും ആ ദമ്പതികൾ പോയിരുന്നു. കൂടുതൽ പേരും അവരോട് പറഞ്ഞത് അവർക്ക് നഷ്ടപ്പെട്ട കുട്ടിയെ ഈ നാട്ടിൽ നിന്ന് അവർക്ക് കിട്ടുമെന്നാണ്. തുളസി, നീ എന്താ കരയായിരുന്നോ? എന്റെ ജീവിതത്തിലുടനീളം ചിരിയുടെ ദിനങ്ങളാണല്ലോ. അതുകൊണ്ട് എനിക്ക് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കരയാറുമില്ല. എന്താ തുളസി ഇങ്ങനെയൊക്കെ പറയുന്ന? നിന്റെ സങ്കടമൊക്കെ എനിക്കറിയാം. അതൊക്കെ എനിക്ക് അറിയൂ. നിന്റെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനും നിന്നെ സമാധാനിപ്പിക്കാനുമാ ഞാൻ നിന്റെ അരികിൽ നിന്ന് മാറാതെ ഇങ്ങനെ നടക്കുന്ന. എന്റെ അമ്മ നിന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും നാണം കെടുത്തിയാലും തുളസി നിനക്കൊന്നുമില്ല. മുമ്പത്തെ പോലെ നീ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നോക്കൂ തുളസി, എന്തൊക്കെ സംഭവിച്ചാലും ഏത് കൊടുങ്കാറ്റടിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല. നീ എന്റെ അരികിൽ തന്നെ ഉണ്ടാവും എന്നും. ഇപ്പൊ എന്റെ സങ്കടേ നീ എനിക്ക് വേണ്ടി വിഷമിക്കുന്നല്ലോ എന്ന് ഓർത്ത. അങ്ങനെയൊന്നും പറയരുത് തുളസി. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോ എനിക്ക് കരുത്ത് പകർന്നതും എന്നെ പിടിച്ചു നിർത്തിയതും നീയല്ലേ? അന്ന് നീ എന്നോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്റെ സ്ഥിതി? തുളസി, ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ആയിരിക്കണം. ഒരാൾക്കൊരു വീഴ്ച വരുമ്പോ മറ്റേ ആള് സഹായിക്കണം.
ഈ ശൂന്യതയിൽ നിന്നും അച്ഛനും അമ്മയും കണ്ടെത്താൻ പറ്റുമോ? ശൂന്യതയിൽ നിന്നും ഒരുപക്ഷെ അവര് വന്നേക്കാം. ഇല്ലാത്ത അച്ഛനെ അമ്മയെ അവൾ എവിടുന്ന് കണ്ടെത്താനാ? അച്ഛനമ്മമാരില്ലാതെ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ ദുർഗ. ആ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. അച്ഛൻ ആദ്യമേ തന്നെ അമ്മയെ ഉപേക്ഷിച്ചു. അമ്മ പ്രസവത്തിന് ശേഷം മകളെ തെരുവിൽ ഉപേക്ഷിച്ചു. അതാണ് തുളസിയുടെ അവസ്ഥ. എന്താ ഒന്നും മിണ്ടാത്ത? അതല്ലേ സത്യം? എടോ, ഇതൊക്കെ താനും തന്റെ സന്തത സഹചാരിയായിട്ടുള്ള അപ്പച്ചിയും കൂടി ചേർന്ന് രചിക്കുന്ന അത്ഭുത കഥ. ഇവിടെ തുളസി അവളുടെ അച്ഛനമ്മയും തെരഞ്ഞു നടക്കുക. നടക്കട്ടെ. അച്ഛനമ്മമാരാരാണെന്ന് അറിയാതെ ഇവിടെ അവളെ നിർത്തില്ലെന്ന് ദുർഗാന്റി അവളോട് നേരത്തെ പറഞ്ഞു. പേരൻസിനെ കണ്ടെത്തി ഇവിടെ എത്തിക്കൊന്ന് അവള് ദുർഗാന്റിയോട് വെല്ലുവിളിച്ചിരിക്കുക. ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇംപോസിബിൾ. അഥവാ ഇനി അവളുടെ അച്ഛനും അമ്മയും വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ദുർഗ ഇവളായിട്ടിങ്ങനെ കുരങ്ങ് കളിപ്പിക്കുക. ഇവളുടെ അച്ഛനെയും അമ്മയും ദുർഗ അംഗീകരിക്കൂ? ദുർഗാന്റി ഒരിക്കലും അംഗീകരിക്കില്ല ഡാഡി. അവളോട് ഒരു വിട്ടുവീഴ്ചയും ദുർഗാന്റി കാണിക്കില്ല. അവളെ പുറത്താക്കാതെ ഒരു കോംപ്രമൈസിനും ആന്റി തയ്യാറാവില്ല. ആദ്യേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാതെ ദുർഗാന്റി അടങ്ങില്ല. അക്കാര്യം പറഞ്ഞ് ഏത് നേരം അങ്കിളുമായിട്ട് വഴക്കാ. ആദ്യം മോളും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടതായിരുന്നു. That's my mistake. I was mistaken. എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അതുപോട്ടെ, അത് ഞാൻ മറക്കാൻ ശ്രമിക്കും. ഇവളെ കൊണ്ടും ഇവളുടെ അമ്മുമ്മയെ നിങ്ങളുടെ അമ്മായിയമ്മയെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ കഷ്ടപ്പെടുക. അതിനിടയ്ക്കാം താനും കൂടി ഈ വീട്ടിൽ കയറി കിടന്ന് നിരങ്ങുന്നത്. ഇടം, തനിക്ക് എന്താ കാര്യം ഇവിടെ കയറി വരാൻ? എന്റെ മകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ എപ്പോഴും വരും. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാൻ. ഇനി അതിനൊരു താമസം വേണ്ട. ഈ നിമിഷം ഇവളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് നീ മാത്രം അങ്ങ് പറഞ്ഞാ മതി. പിന്നെ ആര് പറയണോ? ദുർഗ പറയണം. ദുർഗ അല്ല, അതെ, ഈ വീട്ടിലെ ഗൃഹനാഥൻ ACP കൃഷ്ണപ്രസാദ്. പ്രസാദും അദ്ദേഹത്തിന്റെ മകനായ ഞാനും ഇവളോട് 100 വട്ടം പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ. ഇനി തന്നോട് ഞാൻ വീണ്ടും പറയാ, ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങി പോണം. തിളയ്ക്കാതറ ചെറുക്ക. ലോകം ഒത്തിരി ചുറ്റിക്കറങ്ങിയിട്ടുള്ളവനാ ഈ ഞാൻ. ഓ, ലോകം ഒത്തിരി കറങ്ങി. എല്ലാ സംസ്കാരവും അങ്ങനെ പഠിച്ചോണ്ടായിരിക്കും ഈ കറക്ക് കമ്പനിക്കാരെ പോലെ പെരുമാറുന്നത്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഡാഡി, അതെ, ഈ മര്യാദ കുറെ കൂടിപ്പോയതുണ്ടാവാം. നിങ്ങളുടെ മകളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നതും ചിലവാകാത്ത സാധനം പോലെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതും. ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞിട്ടും ഞാൻ സഹിച്ചു നിൽക്കുന്നതേ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നീ എന്റെ മകളുടെ ഭർത്താവാകേണ്ട ആളാ, അതുകൊണ്ട് മാത്രോ. കൊള്ളാം. അതെ, ആ മോഹം നടപ്പാവാൻ പോകുന്നില്ലെന്നേ തന്റെ മോളോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ഇപ്പോഴേ അത് തന്നോടും ഞാൻ പറയുന്നു. അതെ, എനിക്ക് ഭാര്യയുണ്ട്, തുളസി. ആ കല്യാണത്തിന് താനും ഉണ്ടായിരുന്നില്ലടോ. ആരോ പ്രസവിച്ചിട്ട് പോയ ഒരു തെരുവിന്റെ സന്തതിയാണോ കൊമ്പത്തെ ദേവമംഗലത്തെ ആദിത്യന്റെ ഭാര്യ? തുളസിക്ക് നല്ല അന്തസ്സും ആഭിജാത്യമുള്ള അച്ഛനമ്മമാരുണ്ട്. അവരാരാണെന്ന് അറിയുമ്പോഴേ ഞെട്ടാൻ പോകുന്നത് നിങ്ങളൊക്കെ ആയിരിക്കും. കണ്ട അലവലാദികളായിരിക്കും അച്ഛനമ്മമാരെന്നും പറഞ്ഞ അവള് വിളിച്ചോണ്ട് വരാൻ പോകുന്നേ. അവരാരായാലും അവർക്ക് നിങ്ങളെക്കാളും മാന്യത ഉണ്ടാവും. മതിയോടെ ആക്ഷേപിച്ചത്. ചന്ദ്രദാസ് ഭീരു അല്ല. ഇവള് ആതിര ആകാശത്തോളം മനക്കോട്ട കെട്ടിയിട്ടുണ്ട് നിനക്ക് വേണ്ടി. നീ ഇവളെ കല്യാണം കഴിക്കാൻ ഇവളുടെ കഴുത്തിലേക്ക് താലിമാല ഉയർത്തി പിൻവലിച്ചവനാ. തുളസിക്ക് വരാൻ പോകുന്ന അച്ഛനമ്മമാരെ അലവലാദികളാണത്രേ.
അയാള് ഇപ്പോഴേ അതൊക്കെ ഗണിച്ച് കണ്ടെത്തി കഴിഞ്ഞു. അച്ഛാ, ഇയാളൊക്കെ എന്ത് വിവരമില്ലാത്ത മനുഷ്യനാ. നടപ്പും ഭാവമൊക്കെ കണ്ടാലേ വലിയ മാന്യൻ, ബിസിനസ് മാഗ്നറ്റ്, കോടീശ്വരൻ. തേങ്ങാ കൊലയാണ്. എടാ, അയാൾ ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാനും കരുതിയില്ല. ചീപ്പായതുകൊണ്ടാണല്ലോ മകളെ ഈ വീട്ടിൽ വിട്ടിട്ട് മാന്യം കാറിൽ കറങ്ങി നടക്കുന്നത്. അച്ഛാ, നമ്മുടെ നീക്കങ്ങളെല്ലാം വളരെ ബുദ്ധിപൂർവ്വം സൂക്ഷിച്ചു ആയിരിക്കണം. നമ്മുടെ നീക്കങ്ങൾ പാളിയ ആകെ പ്രശ്നമാവും. ആ DNA പ്രശ്നത്തെക്കാളും വഷളാവും. ഏയ്, അങ്ങനെയൊന്നും ഒരു പ്രശ്നം വരില്ല. എടാ, എല്ലാം വേണ്ട വിധത്തിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എടാ, ഈ വരുന്ന കക്ഷികൾ പക്ക പ്രൊഫഷണൽസാണ്, കമ്മിറ്റ്മെന്റ് ഉള്ളവരാ. സത്യത്തിൽ ഇവര് രണ്ടുപേരും ആക്ടേഴ്സാണ്, നല്ല ആക്ടേഴ്സ്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന സമയവും പാഴായി, പണവും പോയി. എന്തായാലും ഫ്രോഡുകളെ, അല്ലെങ്കിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള എന്റെയും ജയന്റെയും മുമ്പിൽ അത് ചെലവാവില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ അമ്മയുടെ സ്വഭാവത്തെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എടാ, അമ്മയുടെ സ്വഭാവത്തെ പറ്റി ഒരു ദിവസത്തെ ക്ലാസ്സാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. ദുർഗയുടെ ചലനം പോലും അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ അമ്മയ്ക്ക് ചുറ്റും പറക്കുന്ന മറ്റ് കടന്നുകളെ പറ്റി പറഞ്ഞ? എടാ, അതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മംഗളപ്പച്ചി, സുലു, ആതിര, അങ്ങനെ എല്ലാവരെ കുറിച്ചും നല്ല വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായി. എല്ലാം പഠിപ്പിച്ചിട്ട് അവരെ ഇങ്ങോട്ട് കയറ്റാവൂ, അല്ലെങ്കിലേ ആകെ കുഴപ്പമാവും. കാരണം അമ്മയെ മാത്രം ഭയപ്പെട്ട പോരച്ച. ഇക്കാര്യത്തില് തുളസിയെ കൂടി നമ്മൾ ഭയക്കണം. തുളസിക്ക് എന്തെങ്കിലും സംശയം തോന്നിയ അച്ഛാ, അത് അമ്മയെക്കാളും കുഴപ്പമാവും. ഏയ്, അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. നമ്മൾ പേടിച്ചിട്ട് എന്ത് കാര്യം പ്രിയേ? തുളസിയുടെ കാര്യത്തില് പ്രസ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ആത്മവിശ്വാസത്തോടെ ചെയ്യുന്നതല്ലേ, അതൊക്കെ വിജയിക്കും. എന്നാലും ഈ പ്രതിഫലം പറ്റി അച്ഛനമ്മമാരായിട്ട് അഭിനയിക്കാൻ വരുന്നവരെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതൊക്കെ ഒരു പ്രൊഫഷനാക്കി കൊണ്ടു നടക്കുന്നവരുണ്ട്. 90% ഫ്രോഡുകളാണ്. പക്ഷേ പ്രസ ഏർപ്പാടാക്കുന്ന ആളുകളൊന്നും അത്തരക്കാരാകാൻ സാധ്യതയില്ല. അവർ ഫ്രോഡുകളും ആയിരിക്കില്ല. വ്യക്തിപരമായ ചില കടപ്പാടുകളോടെ പ്രസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഉപകാരമായിട്ടായിരിക്കും അവർ ഈ കൃത്യം നിർവഹിക്കുക. തുളസിമോൾക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നറിഞ്ഞ സന്തോഷത്തിൽ തുള്ളിച്ചാടിയ ദുർഗേച്ചിയും കൂട്ടരും. ഇനി അച്ഛനും അമ്മയും ഉണ്ടെന്നറിഞ്ഞ് അതിന്റെ സത്യം തേടി അലയും ദുർഗേച്ചി. അവരലയട്ടെ, എന്തും ചെയ്യട്ടെ. ഒരു ഗത്യന്തരവും ഇല്ലാത്ത അവസ്ഥ വരുമ്പോ ആദിത്യൻ തന്നെ പൊട്ടിത്തെറിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് അവസാനിക്കൂ. അവന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ തന്നെ വിളിച്ചു പറയും സത്യങ്ങളൊക്കെ. ചേട്ടാ, ദുർഗേച്ചിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ദൈവം ഒരു ഉഗ്രൻ അടി കൊടുക്കും. അങ്ങനെ അവരടങ്ങും. നിനക്ക് പുരാണങ്ങളൊക്കെ അറിയില്ലേ? ഞാനെന്ന ഭാവത്തിൽ എന്തും ചെയ്യാൻ മടിക്കാതെ ജീവിക്കുന്നവരെ സംഹരിക്കാനാണ് സാക്ഷാൽ ഭഗവാൻ ഓരോ അവതാരങ്ങൾ കൈക്കൊള്ളുന്നത്. അഹങ്കരിക്കുന്നവരാരായാലും അവർക്ക് ദൈവശിക്ഷ കിട്ടും. കിട്ടിയേ മതിയാവൂ. ഹലോ, ഹലോ, നമസ്കാരം. അയ്യോ, ഞാനൊരു കൊച്ചു പെണ്ണ. എന്നോട് നമസ്കാരം പറയണോ? വയസ്സിനല്ല മോളെ മര്യാദ കൊടുക്കേണ്ടത്. പൂജാരി നിന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ മുതിർന്നവരെക്കാളും ബഹുമാനിക്കേണ്ടതാണെന്ന് തോന്നി. അത്രയും പക്വതയുണ്ടല്ലോ. മോൾ എന്താ ഒന്നും പറയാത്തെ? ഞാൻ മോളെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ, കാണാലോ. പൂജാരിക്ക് വീടറിയാലോ. ഞങ്ങള് പൂജാരിയും കൂട്ടി അങ്ങോട്ട് വരട്ടെ? അത് വേണ്ട. നിങ്ങൾ ക്ഷേത്രത്തിലല്ലേ ഉള്ളത്? ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാം.
ആ ശരി മോളെ, എന്നാ ഞങ്ങളുടെ വെയിറ്റ് ചെയ്യാം മോളെ. നീ ഇവിടുന്ന് പടവും മടക്കി പോവാണോ? അല്ല, എങ്ങോട്ടാ? തെരുവിലേക്കായിരിക്കും. പോകാൻ സ്വന്തം വീടോ ചൂണ്ടിക്കാണിക്കാൻ മാതാപിതാക്കളോ ഇല്ലല്ലോ. മറ്റു വഴികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്നെ വളർത്തിയവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാ. അതേതായാലും നന്നായി. വലിയ വലിയ പ്രശ്നങ്ങളിലും ഇടപെടുന്നു എന്ന് അറിയാനിടയായി. എന്തായാലും അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാ. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാര് പുണ്യപ്രവൃത്തികൾ കൂടി ചെയ്യണം. മാഡം എന്താ അർത്ഥമാക്കുന്നത്? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. അതിനാ നിങ്ങളെ തിരക്ക് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾ ചിലപ്പോൾ മടിച്ചേക്കും. പക്ഷേ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അത് കിട്ടാതെ ഞാൻ പോവില്ല. എന്താ മാഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാൻ മടിക്കില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ മരുമകൾ തുളസിക്ക് നിങ്ങൾ ഫോൺ ചെയ്തിരുന്നോ? നിങ്ങൾ പെട്ടെന്നൊന്നും മറുപടി പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഭീഷണിയൊന്നും മുഴക്കുമല്ല. നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ എനിക്കറിയാം. ദേവമംഗലത്ത് ദുർഗയുടെ സ്വഭാവത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് ദേവപൂജ ചെയ്യുന്ന നിങ്ങളും ദേവമംഗലത്ത് ദുർഗയും തമ്മിൽ ഒരു ഫൈറ്റ് വേണ്ട. പറയേ, നിങ്ങൾ എന്റെ മരുമകൾക്ക് ഫോൺ ചെയ്തിരുന്നോ? ഫോൺ ചെയ്തിരുന്നു. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നോട് വിശദമായിട്ട് പറയണം. അത് സത്യവും ആയിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.